നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ധീരമായ ജീവിതം ഓരോ വിശ്വാസിക്കും കരുത്താണ്, ആവേശം നൽകുന്നതാണ്. അനുദിന ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശുമരണം നമ്മെ എത്രമാത്രം ത്രസിപ്പിക്കുന്നുവോ, എത്രമാത്രം ആവേശം കൊള്ളിക്കുന്നുവോ, അതേ ആവേശത്തോടുകൂടി വിശുദ്ധരുടെ രക്തസാക്ഷിത്വവും നാം ഏറ്റെടുക്കണം. വിശുദ്ധരുടെ ജീവിതശൈലി, രക്തസാക്ഷികളുടെ ധീരത, വിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുവാനുള്ള ആ വലിയ സ്ഥൈര്യം, ആ ധൈര്യം, അത് അനുദിന ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകേണ്ടതാണ്. ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എത്രയോ ദയനീയമായ അവസ്ഥ. ഈ രക്തസാക്ഷിത്വം നമ്മെ മാടി വിളിക്കുമ്പോൾ, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി സ്വാതന്ത്ര്യമില്ലാതെ ഇപ്പോഴും അടിമത്തത്തിൽ കഴിയുന്ന, പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, വിശ്വാസം ധീരതയോടുകൂടി പ്രഘോഷിക്കുവാൻ കഴിയാത്തവർ, ക്രിസ്തുമസ് അടുത്ത് വരുമ്പോൾ ഒരു നക്ഷത്രം വീടിന് പുറത്തു നോക്കാൻ ഭയമുള്ളവർ, അവകാശമില്ലാത്തവർ, ക്രിസ്തു എന്ന പേര് പോലും പറയുവാൻ പാടില്ലാത്തവർ, തെറ്റായ ജീവിത സംഹിതകൾ സ്വീകരിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ, ഏതൊക്കെ വിധത്തിലുള്ള രക്തസാക്ഷിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളവർ അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാകുകയില്ല. ഈ രക്തസാക്ഷിത്വം, അതിൻ്റെ വിശ്വാസികൾ അതിനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിനുള്ള ധീരത, അതിനെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് രക്തസാക്ഷികളുടെ ജീവിതം പഠിച്ച് അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. എത്രയോ രക്തസാക്ഷികളുടെ കഥ, ജീവിതം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ. അവരോടൊപ്പം നമുക്കും ചേരാം, ധീരതയോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളുടെ ജീവിതകഥ നമുക്ക് പഠിക്കാം. ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ബർണബാസ്. ലേവി ഗോത്രത്തിൽപ്പെട്ട യഹൂദനായി ജനിച്ച വിശുദ്ധ ബർണബാസിന്റെ ആദ്യ നാമം ജോസഫ് എന്നായിരുന്നു. ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ, പ്രോത്സാഹനത്തിന്റെ സന്തതി എന്നിങ്ങനെയാണ്. ക്രിസ്തു തന്റെ പരസ്യജീവിത കാലത്ത് സുവിശേഷ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുത്ത 70 പ്രേക്ഷിതരിൽ ഒരാളായിരുന്നു ബർണബാസ് എന്ന് കരുതപ്പെടുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പൗലോസ്ലീഹായുടെ സന്തത സഹചാരിയും വിശ്വസ്ത സ്നേഹിതനുമായി തീർന്നു. തന്റെ സുവിശേഷ ദൗത്യം പൂർത്തിയാക്കിയ ബർണബാസ് AD 60 സൈപ്രസിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയായിരുന്നു.
പിതാവ് ഇപ്പോൾ പറഞ്ഞല്ലോ ബർണബാസിനെ കുറിച്ച്. ആരായിരുന്നു വിശുദ്ധ ബർണബാസ്? വിശുദ്ധ ബർണബാസിനെ നാം കണ്ടുമുട്ടുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ മുഴുവനായിട്ടും നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മെഡിറ്ററേനിയൻ ദ്വീപുകളിലൊന്നായ സൈപ്രസിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. ഒരു യഹൂദൻ തന്നെയായിരുന്നു. ലേവ്യരുടെ വംശത്തിൽപ്പെട്ട ഒരു യഹൂദനായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് ഡയാസ്പറയിൽ വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു യഹൂദനായിരുന്നു. ജെറൂസലേം ആ ഭാഗത്തല്ലല്ലോ. അതുകൊണ്ട് വിപ്രവാസത്തിൽ കഴിഞ്ഞ ഒരു യഹൂദ കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധ ബർണബാസ് കടന്നു വരുന്നത്. വിശുദ്ധ ബർണബാസിനെ കുറിച്ച് പരാമർശിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അദ്ദേഹം ജനിച്ച മാതാപിതാക്കളോ ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലും പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങളിൽ നിരവധി തവണ ബർണബാസിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷിതൻ എന്ന നിലയിൽ വിശുദ്ധ ബർണബാസിനെ കുറിച്ചുള്ള പല പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹെബ്രയർക്കുള്ള ലേഖനം എഴുതിയത് വിശുദ്ധ ബർണബാസ് ആണെന്ന് സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായ തെളിവുകളില്ല. ആദ്യം ഇത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനാണ് എഴുതിയതെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് അത് വിശുദ്ധ ബർണബാസാണ് ഈ ലേഖനം എഴുതിയത് എന്ന് കരുതുന്നുണ്ട്. വിശുദ്ധ ബർണബാസ് ആദിമസഭയുടെ ചൈതന്യത്തിൽ ആയിരുന്നു. അതിനുള്ള കാരണം 70 പേരെ ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചില്ലേ? 70 പേരെ. ഈ 2 പേരായിട്ട് 70 പേരെ അയച്ചു. അതിലൊരാൾ ബർണബാസ് ആയിരുന്നെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ 70 പേരിൽ അപ്പോൾ ആദ്യം തന്നെ ഈശോയോടൊപ്പം വിശുദ്ധ ബർണബാസും ഉണ്ടായിരുന്നു. ഇനി ഒരു അപ്പസ്തോലനായിട്ടൊരു മത്യാസിനെ തിരഞ്ഞെടുത്തില്ലേ? അത് വിശുദ്ധ ബർണബാസ് ആണെന്ന് ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ആദിമസഭയുടെ ഒരു ചൈതന്യം എന്തായിരുന്നു? അവർക്ക് പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ധനം ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അതിന് ഏറ്റവും ആദ്യം സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ബർണബാസ്. അപ്പോൾ ആദിമസഭയിലെ ഒരു ചൈതന്യത്തിന് നേതൃത്വം നൽകുവാൻ വിശുദ്ധ ബർണബാസിന് സാധിച്ചു എന്ന് അനുമാനിക്കുവാൻ കഴിയും. വിശുദ്ധ ബർണബാസ് ആദ്യം തന്നെ സഭയുടെ കൂടെ ഒരുമിച്ച് സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ സാവൂളിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഭയെ പീഡിപ്പിച്ചവൻ. സാവൂൾ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. സഭയെ തകർക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ്. എന്നാൽ സാവൂൾ പിന്നീട് മാനസാന്തരപ്പെട്ട് പൗലോസായി തീർന്നു. പൗലോസായി തീർന്ന ഉടൻ തന്നെ സഭയിലേക്ക് എനിക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരങ്ങൾ, ഇങ്ങനെ വളരെ ശക്തമായിട്ട് പ്രഘോഷിച്ചുകൊണ്ട് സഭയിലേക്ക് കടന്നു വന്നു. ജെറൂസലമിലേക്ക് സാവൂൾ. അവിടെ നിന്ന് തന്നെയാണ് സാവൂൾ ക്രിസ്ത്യാനികളെ പിടിച്ചത്, വധിക്കുവാൻ വേണ്ടി കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ അവരെ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ സ്വീകരിക്കുമോ? ഇന്നലെ പീഡിപ്പിക്കാൻ വന്നയാൾ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. പക്ഷേ അദ്ദേഹം യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചു. കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് സഭയെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് ബർണബാസ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ ബർണബാസും ഒരുമിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അതായത് സഭയെ പീഡിപ്പിച്ച വ്യക്തി സഭയിലേക്ക് കടന്നു വന്നപ്പോൾ മറ്റുള്ളവർ സ്വല്പം അകന്നു നിന്നു ഭയത്തോടുകൂടി. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് കരുതി അപ്പസ്തോലൻ സ്വീകരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ ബർണബാസിനെ ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട്: വിശുദ്ധി കൊണ്ട് നിറഞ്ഞവൻ, കൃപ നിറഞ്ഞവൻ, അറിവുള്ളവൻ എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട്. സഭയിൽ നമുക്കറിയാം എപ്പോഴും പാവപ്പെട്ടവരോടൊപ്പമാണ് സഭ. വിശുദ്ധ ബർണബാസ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഈ പാവപ്പെട്ടവരോടൊപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച വ്യക്തിയാണ് വിശുദ്ധ ബർണബാസ്. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ വിശുദ്ധ ബർണബാസിനുണ്ട്. വിശുദ്ധ ബർണബാസിൻ്റെ ആദ്യത്തെ പേര് ജോസഫ് എന്നാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന ജോസഫ്. എന്നാൽ പിന്നീടാണ് ബർണബാസ്, സൺ ഓഫ് എൻകറേജ്മെൻറ്റ്, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന പുത്രൻ എന്ന അർത്ഥത്തിലുള്ളൊരു പേര് ബർണബാസ്. പിന്നീട് ആ പേര് വിശുദ്ധൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദിമസഭയിൽ വിശുദ്ധന് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നു, തീഷ്ണതയുണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാം. വിശ്വാസ ജീവിതം കൊണ്ടും പ്രേക്ഷിത തീഷ്ണത കൊണ്ടും ശ്രദ്ധേയനായ ഒരു വിശുദ്ധനായിരുന്നു ബർണബാസ്.
അദ്ദേഹം 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്നില്ലെങ്കിലും ആദിമസഭാ സമൂഹം ഒരു അപ്പസ്തോലന് തുല്യമായ ബഹുമാനവും സ്ഥാനവും അദ്ദേഹത്തിന് നൽകിയിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും നാം വിശുദ്ധ ബർന്നബാസിനെ കണ്ടുമുട്ടുന്നു. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 11-ാം അധ്യായം വിശേഷിപ്പിക്കുന്നു. വിശുദ്ധി നിറഞ്ഞവനും കൃപ നിറഞ്ഞവനുമാണ് ബർന്നബാസ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. പിതാവേ, വിശുദ്ധ ബർന്നബാസും പൗലോസ്ലീഹായും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? വിശുദ്ധ പൗലോസ്ലീഹായുടെയും ബർന്നബാസിൻ്റെയും പേര് ഒരുപോലെയാണ് കേൾക്കുന്നത്. നമുക്കറിയാം, അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. ബൈബിൾ വ്യാഖ്യാതാക്കൾ വിലയിരുത്തുന്നത് പ്രേക്ഷിത തീഷ്ണത നിറഞ്ഞു നിന്നിരുന്നത് വിശുദ്ധ ബർന്നബാസിനായിരുന്നു. ബർന്നബാസിന് പുറമേയുള്ള ആളുകളെല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം സൈപ്രസിൽ നിന്ന് കടന്നു വന്ന വ്യക്തി എന്ന നിലയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു സാധ്യതയുണ്ട്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവനെന്ന് പഠിപ്പിച്ചു. പൗലോസ് അപ്പസ്തോലന് വലിയ ബുദ്ധിമാനായ വ്യക്തി, മിസ്റ്റിക്ക്, വളരെ ഭംഗിയായിട്ട് എഴുതുവാൻ കഴിയും, വലിയ കൃപ കൊണ്ട് നിറഞ്ഞവയാണെന്ന് ആര് മനസ്സിലാക്കി? ബർന്നബാസ് മനസ്സിലാക്കി. അതുകൊണ്ട് ബർന്നബാസ് അപ്പസ്തോലൻ വന്നപ്പോൾ അപ്പസ്തോലനെ കൂട്ടുപിടിച്ചു. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ദൈവം ക്രമീകരിക്കുന്നതും എല്ലാം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് പൗലോസ്ലീഹ കടന്നു വന്നപ്പോൾ അദ്ദേഹം നിസ്സാരക്കാരനല്ല, വലിയ അറിവുള്ള വ്യക്തി. അദ്ദേഹം സഭയ്ക്ക് പ്രയോജനപ്പെടും, സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി ആരാ? ബർന്നബാസ്. കാരണം ബർന്നബാസ് നേരത്തെ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ബർന്നബാസ്. സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പൗലോസ്ലീഹ പോയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തി പകർന്നു കൊടുത്തത്, അതിൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്തത്, അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തത് ആരാണ്? ബർന്നബാസ്. ബർന്നബാസിൻ്റെ പ്രത്യേകമായ താല്പര്യത്താലാണ് അവർ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നത്. അത് ബർന്നബാസിൻ്റെ സഭയിലെ ആ സ്വാധീനം എത്ര ശക്തമാണ്. അദ്ദേഹം എഴുത്തൊന്നും എഴുതാതിരുന്നത് കൊണ്ട്, ബർന്നബാസിൻ്റെ ഒരു ലേഖനം എന്ന് പറഞ്ഞൊരു പുസ്തകം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വിശുദ്ധ ബർന്നബാസിൻ്റെ സ്വാധീനം ആദിമസഭയിൽ എത്ര ശക്തിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് ഇന്നത്തെ കാലഘട്ടം തിരിച്ചറിയുന്നില്ല. എന്നാൽ പൗലോസ് അപ്പസ്തോലൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകർന്നത് വിശുദ്ധ ബർന്നബാസാണ്. അതുകൊണ്ട് തന്നെയാണ് ബർന്നബാസ് അവർ ഒരുമിച്ചുള്ള ആദ്യത്തെ പ്രേക്ഷിത യാത്ര നമുക്ക് കാണുകയും ചെയ്യാം. അവരൊരുമിച്ചാണ് യാത്ര വരിക. അപ്പോൾ വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കുവാൻ പാടുണ്ടോ? ഇല്ല എന്നാണ് ആദിമസഭയിൽ കരുതിയിരുന്നത്. യഹൂദരാണ് യഥാർത്ഥ രക്ഷയിലേക്ക് കടന്നു വരേണ്ടത്, ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം സാർവത്രികമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആ ഒരു സുവിശേഷം വിജാതീയരിലേക്കും എത്തിക്കുകയാണ് വിശുദ്ധ ബർന്നബാസ്. അപ്പോൾ വിശുദ്ധ ബർന്നബാസിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തു, കണ്ടെത്തി, അത് പ്രാവർത്തികമാക്കി. നല്ല മിഷണറിയായി തീർന്നു. പൗലോസ് അപ്പസ്തോലൻ്റെ കൂടെ യാത്ര ചെയ്തു. രണ്ടാമതായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ട സഭകളെ സഹായിക്കുന്നതിന് വേണ്ടി കളക്ഷൻ എടുത്ത് അവരെ സഹായിച്ചു. അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. നാം എല്ലാവരും എപ്പോഴും ചെയ്യുന്നതല്ലേ, ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും സഭയുടെ വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് നാം കണക്കാക്കുന്നത്. അതിന് ആരംഭം കുറിക്കുവാൻ വിശുദ്ധ ബർന്നബാസിന് സാധിച്ചു. വിശുദ്ധ ബർന്നബാസ് വിജാതീയരെ സ്വീകരിച്ചു, സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷം പ്രസംഗിക്കുക എന്ന വലിയ ദൗത്യമാണ്. അത് വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രേക്ഷിത യാത്രയിലൂടെ വിശുദ്ധൻ വളരെ വ്യക്തമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു, വിശുദ്ധ പൗലോസ് അപ്പസ്തോലനോടൊപ്പം. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിൽ നിന്ന് വേർപിരിയുന്നുണ്ട്. അതിന് കാരണം അവർ തമ്മിൽ ചില ആശയങ്ങളിൽ ഒരുമിച്ച് പോകാൻ സാധിച്ചില്ല. വിശുദ്ധ മർക്കോസിനെ ഒരുമിച്ച് ചേർക്കുന്ന, കൂടെ കൊണ്ടുപോകുന്നതിന് വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ മർക്കോസിനെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം സ്വന്തം സഹോദരനായിരുന്നു, ഒരു കുടുംബത്തിൽ പിറന്നവരായിരുന്നു, ഒരേ കുടുംബത്തിലുള്ളവരായിരുന്നു.
അങ്ങനെയുള്ളതുകൊണ്ട് ബന്ധുവായിരുന്നതുകൊണ്ട് ബർണബാസിന് വിശുദ്ധ മർക്കോസിനെ ഒഴിവാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പൗലോസ്ലീഹായ്ക്ക് ആശയപരമായ കാര്യങ്ങളാൽ വിശുദ്ധ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവസാനം അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് കരുതി വിശുദ്ധ ബർണബാസ് സുവിശേഷ പ്രഘോഷണം അവസാനിപ്പിക്കുന്നില്ല. സ്വന്തം പ്രയത്നത്താൽ സുവിശേഷം പ്രസംഗിക്കുവാൻ, യേശുവിനെ പരിചയപ്പെടുത്തുവാൻ പല സ്ഥലങ്ങളിലും പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നിർണായകമായ ഒരു കാലഘട്ടം മുഴുവൻ ഒരു നിഴൽ പോലെ പൗലോസ്ലീഹായെ അനുഗമിച്ചിരുന്ന പ്രേക്ഷിത പ്രവർത്തകനായിരുന്നു വിശുദ്ധ ബർണബാസ്. സഹശുശ്രൂഷകരെ ശക്തിപ്പെടുത്തുന്നതിനും ജ്ഞാനം നിറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വിശുദ്ധ ബർണബാസ് എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വിജാതീയർക്കിടയിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് ആദിമസഭയിൽ മുൻകൈയെടുത്ത വിശുദ്ധ ബർണബാസ് മധ്യപൂർവ്വ ദേശത്ത് പലയിടങ്ങളിലൂടെയും സഞ്ചരിച്ചിരുന്നു. ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിന്റെ യഥാർത്ഥ രചയിതാവ് വിശുദ്ധ ബർണബാസ് ആണെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പിതാവേ, വിശുദ്ധ ബർണബാസിന്റെ പ്രേഷിത ദൗത്യം എപ്രകാരമുള്ളതായിരുന്നു? വിശുദ്ധ ബർണബാസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ വിജാതിയിടയിൽ അവിടുത്തെ സുവിശേഷം പ്രഘോഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനോടൊപ്പം ചേർന്ന് സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലന് കരുത്ത് നൽകി. പിന്നീട് വിജാതീയരെ സ്വീകരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും വിശുദ്ധ ബർണബാസ് വളരെയധികം പരിശ്രമിച്ചു. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ. അത്ര പ്രാർത്ഥനാ ചൈതന്യമുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ ബർണബാസ്. അപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരിക്കുക, ഉപവസിക്കുകയാണ്, ജാഗരണ പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോഴവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിത പ്രേക്ഷിത യാത്രയിൽ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കിട്ടുന്നത്. നമുക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന വ്യക്തികൾക്കാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ. അത് ഈ വിശുദ്ധൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധികളെയും നേരിടുന്നതിന് വിശുദ്ധന് സാധിച്ചു. ഒരുമിച്ച് പൗലോസ് അപ്പസ്തോലനോടുകൂടി പ്രസംഗിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹൂദർ തന്നെ കല്ലെറിഞ്ഞു. അപ്പോൾ ആ കല്ലെറിഞ്ഞെങ്കിലും അതിൽ ഭയപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വിശുദ്ധ ബർണബാസും അപ്പസ്തോലനും ചെയ്യുക. ഒരവസരം, പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വിശുദ്ധ ബർണബാസ്. അപ്പോൾ വിശുദ്ധ ബർണബാസ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷവും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ ബർണബാസ് റോം സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ റോം സന്ദർശിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള സാധ്യതകൾ വളരെ എളുപ്പത്തിലുണ്ടെന്ന് നമുക്കറിയാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ ബന്ധിതനാക്കിയിട്ട് റോമിലേക്കല്ലേ കൊണ്ടുപോയത്. അപ്പോൾ റോമിൽ സന്ദർശിക്കുവാൻ സാധ്യതകളുണ്ട്. മിലാനിലെ, വടക്കൻ ഇറ്റലിയിലെ മിലാൻ, വലിയ നഗരം, മിലാനിലെ ആദ്യത്തെ മെത്രാൻ ബർണബാസ് ആയിരുന്നു എന്ന് പറയുന്ന ചരിത്രവുമുണ്ട്. കൃത്യതയോടുകൂടി നമുക്ക് അറിഞ്ഞുകൂടാ മിലാനിലെ ആദ്യത്തെ മെത്രാൻ വിശുദ്ധ ബർണബാസ് ആയിരുന്നെന്ന്. അപ്പോൾ ബർണബാസ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ മേഖലകളിലെല്ലാമാണ് തുടർന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിച്ചു. വിശുദ്ധമായൊരു ജീവിതം, പ്രാർത്ഥന നിറഞ്ഞ ജീവിതം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരോട് ആഴമായ സ്നേഹം വിശുദ്ധനുണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് എല്ലാ മേഖലകളിലും അതിനുള്ള സാധ്യതകളെ കണ്ടെത്തുവാൻ വിശുദ്ധന് കഴിഞ്ഞു. ഈശോയോടുള്ള തീഷ്ണതയാൽ ജ്വലിച്ചു നിന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ബർണബാസ്. പിതാവേ, വിശുദ്ധ ബർണബാസിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു?
വിശുദ്ധ ബർണബാസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവൊന്നും നമുക്ക് ഇല്ല. ഇപ്രകാരമാണ്, 60-നും AD 60-നും 61-നും ഇടയ്ക്ക് സൈപ്രസിൽ വെച്ച് വിശുദ്ധൻ വധിക്കപ്പെട്ടു, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. അത് യഹൂദരും അതോടൊപ്പം തന്നെ വിജാതിയരും ഒരുപോലെ വിശുദ്ധനെ വധിക്കുന്നതിലുണ്ടായിരുന്നു. അങ്ങനെ സൈപ്രസിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന് കരുതുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി തീർന്നു. അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്കില്ല. ജൂൺ 11-ാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാൾ. ആ ജൂൺ 11 ശ്രദ്ധയോടുകൂടി വിശുദ്ധ ബർണബാസിനെ സഭ ആദരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേഷിത തീക്ഷ്ണത കൊണ്ടും ജീവിത മാതൃക കൊണ്ടും ആദിമസഭയ്ക്ക് മുഴുവൻ വലിയ ശക്തി പകർന്നിരുന്ന ആളായിരുന്നു വിശുദ്ധ ബർണബാസ്. ആദിമസഭയുടെ സുവിശേഷാധിഷ്ഠിതമായ ജീവിതശൈലിക്ക് ഉത്തമ മാതൃകയായിരുന്നു ആ ജീവിതം. ഒരു തികഞ്ഞ ക്രിസ്തുശിഷ്യനായി ജീവിച്ച് രക്തസാക്ഷിത്വം അകടുചൂടിയ ഈ വിശുദ്ധന്റെ ജീവിതം എക്കാലത്തെ ക്രൈസ്തവർക്കും ആവേശം പകരുന്നു. വിശുദ്ധ ബർണബാസിൻ്റെ ജീവിതം നമുക്ക് ശക്തി നൽകുന്നതാണ്. ആ പ്രേക്ഷിത ചൈതന്യം ആവേശം നൽകുന്നതാണ്. ഏത് പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടാനുള്ള മനക്കരുത്ത്, വിശ്വാസദാർഢ്യം, ദൈവസ്നേഹം, ഈശോയോടുള്ള ആഴമായ സ്നേഹബന്ധം കരുത്ത് നൽകി, ശക്തി നൽകി. മരണം മുൻപിൽ കണ്ടപ്പോഴും പതറാതെ ധീരതയോടെ അതിനെ നേരിടുവാൻ, സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, ജീവിതം വിശുദ്ധമായിട്ട് സമർപ്പിക്കുവാൻ, ഒരു ബലിയായി അർപ്പിക്കുവാൻ വിശുദ്ധ ബർണബാസിന് സാധിച്ചു. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് രക്തസാക്ഷികളാകൂ എന്നാണ്. നമുക്കതിനുള്ള ജീവിത ശക്തി, അതിനുള്ള ആത്മീയ ചൈതന്യം നാം ആർജിച്ചെടുക്കണം. ആധുനിക കാലഘട്ടത്തിൽ സുഖലോലുപതയും കമ്പോള സംസ്കാരവും നമ്മെ കീഴടക്കുവാൻ വരുമ്പോൾ ഈശോയുടെ ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെതുമായ സമർപ്പണം നമുക്ക് ശക്തി നൽകണം. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള രക്തസാക്ഷിത്വം. ധീരതയോടുകൂടി നമുക്ക് രക്തസാക്ഷികളാകാം. പല കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വെക്കണം, ലൗകികമായ കാര്യങ്ങൾ. അതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. രക്തസാക്ഷികളാകുന്ന ധാരാളം ക്രൈസ്തവരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ സമർപ്പിക്കാം. നമുക്കും രക്തസാക്ഷികളാകാം. രക്തസാക്ഷികളുടെ മരണം ദൈവത്തിന് എന്നും സന്തോഷം നൽകുന്നതാണ്. നമുക്കും ജീവിതത്തിൽ രക്തസാക്ഷികളാകുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബർണബാസിൻ്റെ പ്രേക്ഷിത ചൈതന്യവും ആഴമായ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഏത് പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. വിശുദ്ധൻ പിന്തുടർന്ന ജീവിതശൈലി പിന്തുടരുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത് വിശുദ്ധ ബർണബാസിനെ കുറിച്ച് പഠിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം.